എടാ ഇങ്ങളൊക്കെ എന്നെ എത്ര മക്കാറാക്കിയിട്ടുണ്ട് എന്റെ ഓളെ പ്രസവത്തെ പറ്റി പറഞ്ഞിട്ട്. എടാ ഇങ്ങക്ക് അറിയാം ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്താ നിങ്ങൾക്ക്? എടാ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് വരും കുഞ്ഞുമായിട്ട് നമ്മളെ കാണിക്കാൻ. എടാ കുഞ്ഞിന്റെ മുഖാടാ ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. എടാ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ എന്റെ ഓൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നത്. എടാ ശുക്രേ, ലോകത്തിലെ ഏറ്റവും വലിയ വേന എന്തെന്നറിയാം എനിക്ക്? എന്താ? അത് പ്രസവേനയാണ്. അത് ഇനി ഒരിക്കലും അറിഞ്ഞാലേ എന്റെ കാഴ്ച കാണില്ല അതോടെ വെക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. എല്ലാം കുളവും. ഈ ജോത്സ്യന്റെയും പൂജാരിയുടെയും പിന്നാലെ പോയിട്ടെ പണയിലെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. എന്റെ പണയം ബിസിനസിനെ കാട്ടി എത്രയോ ബലത്താ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ വഴിപാടൊക്കെ മര്യാദയ്ക്ക് ചെയ്തോണം. ഇതൊക്കെ ചെയ്യാൻ കാശിനല്ലേ വേണ്ടത്? അമ്മക്കിങ്ങനെ വെറുതെ നേർന്നാ മതിയല്ല. ഞാൻ ഇവിടെ കിടന്ന് നേർച്ചേർന്നോണ്ട് തന്നെ ഓക്കായത്, അല്ലാതെ എന്റെ കേമത്തിനെ കൊണ്ടൊന്നും അല്ല. പലരും അവകാശവാദങ്ങളായി വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഈ മാസ് ഡയലോഗ് കേട്ട നകുലേട്ടനെ കണ്ടിട്ട് എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. റഫീഖിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അലസിപ്പോയി. മാസാമാസം ചാർട്ടുമായിട്ട് വന്ന പോലെയാണ് കക്ഷിയുടെ ഇപ്പത്തെ മെയിൻ പണി. നകുല, കൊറേ പേര് അവകാശവാദമായി വന്നതും ഇഞ്ഞ് കൈ നിറച്ചു കൊടുത്തതും നമ്മൾ അറിഞ്ഞിനെ. ശരിക്കും പറഞ്ഞാ നമ്മളെ ചാട്ടല്ലേ പണിയൊപ്പിച്ചേ. ആടാ കറക്റ്റ്. എന്റെ ചാർട്ടാ പോലും കുഞ്ഞിന്റെ അച്ഛൻ. എന്നാ ഞാൻ പോയി കയറാം. അങ്ങനെ ചുരുക്കം പറഞ്ഞ കൊച്ചിനിപ്പോ അവകാശങ്ങൾ കുറെ ആയി അല്ലേ? നമ്മുടെ പാവം ഹോമിയോ ഔട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് പതിവാ. എന്നാലും കൺസീവ് ആയല്ലോ. നാട്ടിൽ നല്ലൊരു ഗൈനക്കോളജിനെ കാണിച്ചാൽ മതി. വലിയ പിന്നെ തുടങ്ങിയോ? ഇല്ല. എന്നാ ശരി. പോ.